നമസ്കാരം. ഇന്ത്യ വൈദേശികാധിപത്യത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചിട്ട് 8 പതിറ്റാണ്ട് പിന്നിട്ടിരിക്കുകയാണ്. നമ്മുടെ രാഷ്ട്രത്തിനു വേണ്ടി പോരാടി കാലയവനികൾക്കുള്ളിലേക്ക് മറിഞ്ഞുപോയ ഒട്ടേറെ പൂർവ്വസൂരികളെ നാം അഭിമാനത്തോടെ സ്മരിക്കുന്ന സന്ദർഭമാണിത്. എത്രയോ മഹൽ വ്യക്തികൾ അവരുടെ ആയുഷ്കാലം മുഴുവൻ അധ്വാനിക്കുകയും പൊരുതുകയും ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് നാം സ്വാതന്ത്ര്യത്തിൻ്റെ ശുദ്ധവായു ശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. ഭാവാത്മകമായി പറഞ്ഞാൽ നാം ഇന്ന് ആഹ്ലാദ തിമിർപ്പിലാണ്. എന്നാൽ നിഷേധാത്മകമായി നമ്മെ അസ്വസ്ഥമാക്കുന്ന ഒട്ടേറെ സംഭവങ്ങൾ ഇന്നയോളം നാം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്നാമതായി നാം ചിന്തിക്കേണ്ടത് ഇന്ത്യയുടെ ബഹുസ്വരതയ്ക്കേറ്റ ഗ്ലാനിയാണ്. മതസൗഹാർദ്ദം നമ്മുടെ ഭരണഘടനയിൽ വ്യക്തമാക്കിയിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. എല്ലാ പൗരനും തനിക്കിഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കുവാനും പ്രചരിപ്പിക്കുവാനും ഉള്ള സ്വാതന്ത്ര്യം ഭരണഘടന നമുക്ക് അനുവാദം നൽകിയിട്ടുണ്ട്. പക്ഷെ അതിനെതിരെ വിധ്വംസക ശക്തികൾ അവരുടെ തിട്ടൂരവുമായിട്ട് കടന്നു വന്ന് നമ്മുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന തരത്തിലേക്ക് ഇന്ത്യയെ വളരെ അധപ്പതനത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ച നാം കാണുകയാണ്. ഇന്ത്യ ഒരു കാലത്ത് പട്ടിണി രാജ്യമായിരുന്നു. എന്നാൽ ഭക്ഷ്യോൽപാദനങ്ങൾ അന്യരാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കത്തക്ക വിധം ഭക്ഷ്യ സ്വയം പര്യാപ്തത ഇന്ത്യ നേടിക്കഴിഞ്ഞത് അഭിമാനകരമാണ്. പക്ഷേ ഇന്ത്യൻ ജനതയിൽ 50% ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയാണെന്നുള്ള സ്ഥിതിവിശേഷം നമ്മെ ദുഃഖിപ്പിക്കേണ്ടതല്ലേ? പോരാ, ജാതീയത ഒരു കാലത്ത് വളരെയധികം നമ്മുടെ സംസ്കാരത്തിന് ഹാനി വരുത്തിയ സംഭവവികാസമാണ്. അനേകരും തങ്ങളുടെ ജാതീയതയൊക്കെ ത്യജിച്ച് മുൻപോട്ട് വന്ന് നവോത്ഥാനം എല്ലാ നിലയിലും കാഴ്ചവെച്ചുകൊണ്ടിരുന്ന സംഭവം നമുക്കറിയാവുന്ന കാര്യമാണ്. പക്ഷേ ജാതീയത ഇപ്പോൾ പുനഃശക്തി പ്രാപിച്ചു വരികയാണ്. പോരാ, ധനത്തിനും അധികാരത്തിനും വേണ്ടി മത്സരിക്കുന്ന ഒരു തലമുറയാണ് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കൊലയും കൊള്ളിവയ്പും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. മദ്യമയക്ക് മരുന്നിന്റെ വ്യാപനം കൂടി വരുന്നു. ധാർമ്മിക മൂല്യങ്ങൾ കുഴിച്ചു മൂടപ്പെടുന്നു. ഇങ്ങനെ എല്ലാ നിലയിലും നമുക്ക് മുൻപോട്ട് പോകാനാവാത്ത നിലയിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന്റെ ഒരു മറുവശം നാം കാണാതിരിക്കരുത്. ഇങ്ങനെ നാം ഈ സ്വാതന്ത്ര്യം ആഘോഷിച്ചതുകൊണ്ട് എന്തെങ്കിലും വിശേഷമുണ്ടോ? ബഹിരാകാശ രംഗത്തും സാങ്കേതികപരമായും മികവ് പുലർത്തുന്നുണ്ടെന്നത് ശരി തന്നെ. പക്ഷേ നമ്മുടെ ധാർമ്മിക മൂല്യങ്ങൾ അനുനിമിഷം ക്ഷയിച്ചു വരികയാണ്. മറ്റൊരുവന്റെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന തരത്തിൽ വിധ്വംസകമായ പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടു വരുന്നവരുടെ സംഖ്യ വർദ്ധമാനമായിക്കൊണ്ടിരിക്കുന്നു. ഇതൊക്കെ നമ്മുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന, സ്വാതന്ത്ര്യത്തിന് കരുതിൽ വീഴ്ത്തുന്ന പ്രതിഭാസമായി തീർന്നിരിക്കുകയാണ്. ആകയാൽ ഒരു പുനഃപരിശോധനയ്ക്ക് നാം ഓരോരുത്തരും ഈ 79ാം വർഷം ആഘോഷിക്കുമ്പോൾ നാം ചിന്തിക്കേണ്ടതാണ്. നമ്മുടെ സ്വാതന്ത്ര്യം എത്രമാത്രം വിലപ്പെട്ടതാണെന്ന് നാം മനസ്സിലാക്കുന്നുണ്ടോ? ബൈബിൾ സന്ദേശവും ഇതിനോട് അനുബന്ധമായി ചിന്തിക്കുന്നതിൽ ഞങ്ങളെ പോലുള്ളവർ വളരെ പ്രാധാന്യം കൽപ്പിക്കുന്നവരാണ്. കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, മനുഷ്യപുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകിയാൽ
നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാണ്. എന്ന് പറഞ്ഞാൽ ആത്മീയ സ്വാതന്ത്ര്യമാണ് ഏറ്റവും മഹത്തായ സ്വാതന്ത്ര്യം എന്ന് ക്രിസ്തു അർത്ഥമാക്കുന്നു. പാപാന്തകാരത്തിൽ നിന്ന്, ജാതീയ വൈകാരിക വൈകൃതങ്ങളിൽ നിന്ന്, മദ്യപാന മയക്കുമരുകളിൽ നിന്ന്, കൊലപാതകങ്ങളിൽ നിന്ന്, അങ്ങനെ എല്ലാത്തരം നിഷേധാത്മകമായിട്ടുള്ള സംഭവവികാസങ്ങളിൽ നിന്ന് നമ്മെ സ്വതന്ത്രരാക്കുവാൻ ക്രിസ്തു ആഗതനായ കാര്യം ഞങ്ങൾ ഇത്തരുണത്തിൽ അനുസ്മരിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഒരു മതപ്രചാരണം എന്ന നിലയിലല്ല, കർത്താവ് ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങൾ, കർത്താവ് അർത്ഥമാക്കിയ ആത്മീയ സത്യങ്ങൾ ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ ഉദ്ഘോഷിക്കുവാൻ, അതിന്റെ അർത്ഥതലങ്ങളിലേക്ക് മാന്യ സ്നേഹിതന്മാർ എത്തിച്ചേരുവാൻ സാധിക്കുമെങ്കിൽ ഞങ്ങൾ ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ കൃതാർത്ഥരാണ്. അതിനായി സർവബലവനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. ആഗമം മീഡിയയുടെ എല്ലാത്തരം പ്രവർത്തനങ്ങളെയും സന്ദേശങ്ങളെയും സ്വാഗതം ചെയ്യുന്ന നിങ്ങൾ ഓരോരുത്തരും ഇതിനെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. ദൈവസഹായം നിങ്ങളോടുകൂടെ എപ്പോഴും ഇരിക്കുമാറാകട്ടെ.